തികച്ചും അസാധാരണം. രാഷ്ട്രീയമായി ഒട്ടേറെ വ്യാഖ്യാനങ്ങൾ നൽകാവുന്ന ഒരു നടപടി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രസ്താവന എഴുതി തയ്യാറാക്കി PTIക്ക് നൽകിയിരിക്കുന്നു. ബംഗാളിൽ RG-കാർ ആശുപത്രിയിൽ ഒരു യുവ ഡോക്ടർ ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ട സംഭവത്തെക്കുറിച്ച് ഇന്ത്യയുടെ ഭരണത്തലവ പ്രതികരിച്ചിരിക്കുന്നു. ഇതിനു മുമ്പ് ഇങ്ങനെ കേട്ടിട്ടില്ല. അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം. പക്ഷേ ഞാൻ നോക്കുന്നത് ബംഗാളിപ്പോൾ കുറേ ദിവസങ്ങളായി വല്ലാതെ കലുഷിതമാണ്. സുപ്രീം കോടതിയും ഹൈക്കോടതിയും ബംഗാൾ സർക്കാരിനെതിരെ നിലപാടെടുത്തു. ബംഗാളിൽ സർക്കാർ സംവിധാനമാകെ തകർന്നിരിക്കുന്നു എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. അതിനുശേഷം ഇന്നലെ ഛാത്ര പരിഷത്ത് എന്ന പേരിൽ വിദ്യാർത്ഥികൾ ഒരു മാർച്ച് നടത്തി. ആ മാർച്ചിനെതിരെ നിലപാടെടുത്തു ബംഗാൾ സർക്കാർ. സുപ്രീം കോടതി അപ്പോൾ പറഞ്ഞു ജനാധിപത്യപരമായി പ്രതിഷേധിക്കാനുള്ള അവകാശങ്ങളെ തടസ്സപ്പെടുത്തരുതെന്ന് പറഞ്ഞു. പക്ഷേ അതിനെതിരെ നഭന്ന എന്ന് പറയുന്ന സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിനെ അതിഭീകരമായി പോലീസ് നേരിട്ടു. അതിൽ പ്രതിഷേധിച്ച് ഇന്നിപ്പോൾ ബംഗാളിൽ BJPയുടെ ബന്ദ് നടക്കുന്നു, വെടിപ്പ് നടക്കുന്നു. ആകെ കലുഷിതമായി ബംഗാൾ അങ്ങനെ കത്തുകയാണ് രാഷ്ട്രീയമായി. അത്തരമൊരു സാഹചര്യത്തിൽ രാഷ്ട്രപതി നേരിട്ട് ഇതിൽ ഇടപെട്ട് ഒരു പ്രസ്താവന PTIക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ഒരു 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 ആശങ്ക മമതയ്ക്കുണ്ടോ? മമതയ്ക്ക് ആശങ്ക ഉണ്ടാകണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമത ഇത്രയും കാലം പലതരം ഈ ഹീനവും വൃത്തികെട്ടതും ഒക്കെ ആയിട്ടുള്ള തന്ത്രങ്ങൾ കൊണ്ടാണ് അവരവരുടെ ഭരണം നിലനിർത്തിപ്പോരുന്നത്. ഒരു ധാർമ്മികതയിലൂന്നിയതോ ആദർശത്തിലൂന്നിയതോ ഒന്നുമല്ല. ആദർശമോ ധാർമ്മികതയോ ഒന്നും ഏഴ് അയലത്തൂടി പോയിട്ടില്ല ആ സ്ത്രീയുടെ. അങ്ങനെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് പലതരം ഈ മതവിദ്വേഷം ഒക്കെ പറഞ്ഞൊക്കെയാണ്. ഈ മറ്റേ മതപ്രീണനം, വേറൊരു മതത്തിനെ ചീത്ത പറയൽ, ഇങ്ങനെയൊക്കെയാണ് അവർ അതായത് നല്ല ഭരണം കാഴ്ചവെച്ചിട്ടല്ല നിലനിന്ന് പോകുന്നത്. അപ്പം ഈ തന്ത്രങ്ങൾ കൊണ്ട് അവർ ഇത്രയും കാലമൊക്കെ പിടിച്ചു നിന്നു. പക്ഷെ ഇപ്പോൾ കാലിനടിയിലെ മണ്ണിളകുന്നതായിട്ടാണ് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളാണ്. ജനങ്ങളുടെ പ്രശ്നം മാത്രമല്ല, ഞാൻ നോക്കുന്നത് ഒരു സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടാൻ അധികാരമുള്ള ആളാണ് രാഷ്ട്രപതി. ആ രാഷ്ട്രപതി പറയുന്നു അവിടെ കാര്യങ്ങൾ ശരിയല്ല, പെൺകുട്ടികളെ ഒരു ഓബ്ജക്റ്റായിട്ട്, സാറിപ്പോൾ പറഞ്ഞതുപോലെ സ്മാർത്ത വിചാരത്തിലെ സാധനം എന്നാണല്ലോ അതിൽ പറയുന്നത്, അതുപോലെ കാണുന്നു എന്നൊക്കെയാണ് രാഷ്ട്രപതി പറയുന്നത്. അപ്പോൾ അത് ബംഗാൾ സർക്കാരിനെതിരായി ഒരു പക്ഷേ രാഷ്ട്രപതിയുടെ ഒരിടപെടൽ വരുമെന്നാണ്. ആണ് സർക്കാരിൻ്റെ മമതയുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു എന്ന് പറയാം അല്ലേ? വേണം. അതായത് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് റിപ്പോർട്ട് അയക്കേണ്ടത് രാഷ്ട്രപതിക്ക് ഗവർണറാണല്ലോ. ഗവർണറുടെ നിലപാട് വളരെ വ്യക്തമാണ്. കാരണം അദ്ദേഹം അത് പരസ്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുമൊക്കെ ഉണ്ട്. ടെലിവിഷൻ ചാനലുകളിൽ പോലും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെ കൈവിട്ട് നിൽക്കുകയാണെന്ന്. അപ്പോൾ ഗവർണറുടെ ഒരു ശുപാർശ മിക്കവാറും രാഷ്ട്രപതി ഭവനിലേക്ക് ചെന്നിരിക്കാൻ സാധ്യതയുണ്ട്. ഒരുപാട് വിശദാംശങ്ങളും അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നിരിക്കാൻ സാധ്യതയുണ്ട്. രാഷ്ട്രപതിക്ക് അല്ലാതെ തന്നെ നമ്മുടെ ഇൻ്റലിജൻസ് സംവിധാനങ്ങളിൽ നിന്നൊക്കെ അവർ ആലങ്കാരികമാണെങ്കിൽ പോലും സർവീസസിൻ്റെ ഒക്കെ മേധാവി അവരാണല്ലോ. അപ്പോൾ അവർക്ക് അവരുടേതായ വിവരങ്ങൾ ഇപ്പോൾ 10-20 ദിവസമായില്ലേ ഇത് നടന്നിട്ട്. ഇതിൻ്റെ അന്വേഷണങ്ങൾ, ട്രയൽ, ഈ പോളിഗ്രാഫ് ടെസ്റ്റ്, അഴിമതി, ആ പ്രിൻസിപ്പലിൻ്റെ വൃത്തികേട്, ഈ ആരോഗ്യ വകുപ്പ് കൂടി കൈയാളുന്ന മുഖ്യമന്ത്രി മമത. അപ്പോൾ ഇത് ആകെ കുത്തഴിഞ്ഞ് നിൽക്കുകയാണ് സംസ്ഥാനം എന്നുള്ളത്. ഇതിനു മുമ്പും പാർത്ഥ ചാറ്റർജി എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി ആ ടീച്ചേഴ്സ് അപ്പോയിൻമെൻറ്റ് സ്കാം ഉണ്ടല്ലോ, പരീക്ഷാ പേപ്പറൊക്കെ നേരത്തെ കൊടുത്ത് പരീക്ഷ എഴുതിച്ചത്, അങ്ങനെ പല സ്കാമുകൾ ഈ സ്ത്രീയുടെ കാലത്ത് നടന്നിട്ടുണ്ട്, മമതയുടെ കാലത്ത്. ഇതിലൊക്കെ അവർക്ക് ഒരു പങ്കുണ്ട്. എല്ലാ അട്രോസിറ്റീസിലും എല്ലാ അനാർക്കിസത്തിൻ്റെ പിന്നിലും കോഴയിൽ എല്ലാത്തിലും മമതയുണ്ട്. ഇപ്പോൾ ഈ RG-കാർ ആശുപത്രി ഒരു മുകൾ തട്ടിൽ മഞ്ഞുകട്ടയുടെ മുകൾ ഭാഗം മാത്രമാണ്. ഇത്തരം സർക്കാർ ആശുപത്രികളെല്ലാം കേന്ദ്രീകരിച്ച് നടക്കുന്ന അവയവ കച്ചവടം, മൃതദേഹങ്ങളുടെ കച്ചവടം, ഹോസ്പിറ്റൽ ബയോളജിക്കൽ വേസ്റ്റ്, ഗ്ലൗസ്, സിറിഞ്ചിൻ്റെ
മറിച്ച് ബോഡിയുടെ കച്ചവടം, ജഡങ്ങളുടെ കച്ചവടം, പിന്നെ അഴിമതി, ഡ്രഗ്സ്, ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു വലിയ റാക്കറ്റ്. അതിൻ്റെയും തലപ്പത്തിരിക്കുന്നത് മമത. അതെ, ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഇപ്പം ഏതെങ്കിലും സംസ്ഥാനത്ത് മുഖ്യമന്ത്രി ആരോഗ്യവകുപ്പ് എടുത്ത് വെക്കും? അതെ, ആരോഗ്യവകുപ്പ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സാധ്യതയുള്ളൊരു വകുപ്പാണ്. അപ്പോൾ അതുകൊണ്ട് പൈസ വരട്ടെ എന്ത് നോക്കിയാലും അഴിമതികൾ ഉള്ള ഒരു വകുപ്പ് കണ്ടെത്തും. ഇപ്പം ഏറ്റവും പുതിയൊരു വാർത്ത ഇന്നലെ BJPയുടെ വക്താവ് പറഞ്ഞത്, ഈ സഞ്ജയ് റായ് എന്ന് പറയുന്ന ഈ റേപ്പ് കേസിലെ അക്യൂസ് ആയിട്ട് പിടിച്ചിട്ടുള്ള ആൾ, പ്രതിയായിട്ട് പിടികൂടിയിട്ടുള്ള ആൾ സഞ്ചരിക്കുന്നത് സിറ്റി പോലീസ് കമ്മീഷണറുടെ, കൊൽക്കത്ത സിറ്റി പോലീസ് കമ്മീഷണറുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വണ്ടിയിലാണ്. അയാളെ ആ TV ദൃശ്യമുണ്ടല്ലോ അന്നത്തെ രാത്രിയിലെ, ആ ദൃശ്യത്തിൽ അയാളൊരു പോലീസിന്റെ ഇതില്ലേ, ക്യാപ്പ് ആണ് കയ്യിലുള്ളത്. അല്ല, അയാൾ സിവിൽ പോലീസ് വോളണ്ടിയറാണ്, നമ്മുടെ ഹോം ഗാർഡ് പോലെ. അല്ല, അവിടുത്തെ ആ ASIയുമായിട്ട് വലിയ ബന്ധമാണല്ലോ അയാൾക്ക്, അനൂപ് ദത്ത എന്ന് പറയുന്ന ആളുമായിട്ട്. അതുകൊണ്ടാണല്ലോ ദത്തയും കൂടി ഈ CBI വിളിച്ച് ചോദ്യം ചെയ്യുന്നത്. അവിടുത്തെ ASIയുടെ വലിയ സുഹൃത്തായാണ്. അല്ല, മറ്റൊരു വാർത്ത കൂടെ വന്നിരുന്നു. ഈ കുട്ടിയുടെ ജഡം കണ്ടെത്തിയ ഉടനെ രാവിലെ 9:30 ആയപ്പോഴാണ് അവിടെ കൊല്ലപ്പെട്ട് കിടക്കുന്നു എന്നറിഞ്ഞ് ഉടൻ തന്നെ സന്ദീപ് ഘോഷ് എന്ന് പറയുന്ന ഈ പ്രിൻസിപ്പളും ആശുപത്രിയിലെ ഫോറൻസിക് വിദഗ്ധരും ഉൾപ്പെടെയുള്ള, ആശുപത്രിയിലുണ്ടോ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ്, അതിലെ ആളുകളെല്ലാം ആ മുറിയിൽ എത്തുകയും ഒരു ചെറിയ മീറ്റിംഗ് അവിടെ കൂടുകയും ചെയ്തു. എങ്ങനെ തെളിവ് നശിപ്പിക്കാം എന്നതിനെക്കുറിച്ച് ഫോറൻസിക്കിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ ആളും കൂടെ അവിടെ വന്നിരുന്നു എന്ന് പറയുന്നു. അല്ല, CBI പറഞ്ഞിട്ടുണ്ട് മറ്റേ റിപ്പോർട്ടിൽ, ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും എല്ലാം ക്ലീൻ ആക്കി. അതെ, അത് മാത്രമല്ല സാർ, ഇപ്പോൾ രാഷ്ട്രപതി പരസ്യമായൊരു സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് വരുന്നു, ഒരു പക്ഷേ ഗവർണർ റിപ്പോർട്ടിലൂടെ പോകുന്നു, ഹൈക്കോടതിയുടെയൊക്കെ പരാമർശമുണ്ട്. ഇതെല്ലാം സൈറ്റ് ചെയ്തായിരിക്കും ഒരുപക്ഷെ ഗവർണർ റിപ്പോർട്ട് കൊടുക്കുന്നത്. സുപ്രീം കോടതി, ഹൈക്കോർട്ടും ഒക്കെ പറഞ്ഞ പരാമർശങ്ങളെല്ലാം കോട്ട് ചെയ്ത് വളരെ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് രാഷ്ട്രപതിക്ക് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും മമത രാജിവെക്കേണ്ടി വരും, അല്ലെങ്കിൽ പുറത്തേക്ക് രാജിവെക്കണില്ല, മമതയെ പുറത്താക്കി രാഷ്ട്രപതി ഭരണത്തിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്നത് മിനിമം ഒരു 6 മാസമെങ്കിലും സർക്കാർ പുറത്തു നിൽക്കേണ്ടി വരും. പാർലമെൻറ്റിന് അതിൻ്റെ കാലാവധി കൂട്ടാം. ഇപ്പോഴത്തെ പ്രക്ഷോഭം നമ്മൾ ദൃശ്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് മമതയ്ക്ക് പിടിച്ചു നിർത്താൻ കഴിയില്ല. ഷെയ്ഖ് ഹസീന എങ്ങനെയാണോ അവിടെ അതാണ് എക്സാക്ട്ലി ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും. അപ്പോൾ ഞാൻ പറയുന്നത്, ഷെയ്ഖ് ഹസീനയ്ക്ക് ഇപ്പോൾ സംഭവിച്ചതുപോലെ തന്നെ മമത അധികാരത്തിൽ നിന്ന് പിറ്റേന്ന് പോയാൽ മമത ജയിലിലേക്കാണ്. മമതയ്ക്കെതിരെ കേസുകളുടെ പരമ്പരകളുണ്ട്. മമതാ ബാനർജി എന്നുള്ള അധ്യായം ഒരുപക്ഷെ RG കാർ ആശുപത്രിയുടെ ദുരന്തവുമായി ബന്ധപ്പെട്ട് അവസാനിച്ചേക്കാം. ബംഗാളിൻ്റെ ചരിത്രം അങ്ങനെയാണ്. നന്ദിഗ്രാം, സിംഗ്രൂർ, ഇതെല്ലാം CPMൻ്റെ ദീർഘകാലത്തെ 4 നൂറ്റാണ്ടിലേറെ കഴിഞ്ഞ ഭരണത്തെ അട്ടിമറിച്ചത് ഇങ്ങനത്തെ മരീജാപ്പി അതിനു മുമ്പുണ്ടായിരുന്നു. ഹിന്ദു കൂട്ടക്കൽ, അതും ഈ പറഞ്ഞ ബംഗ്ലാദേശിൽ നിന്ന് വന്ന ഹിന്ദു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകളെ സുന്ദർബൻ ഏരിയ, മരീജാപ്പി സുന്ദർബനിലെ ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല ദ്വീപാണല്ലോ സുന്ദർബൻസ്, അവിടെ വെച്ച് കൂട്ടക്കൊല ചെയ്ത, നമുക്കൊക്കെ ഇവിടെ നിന്ന് നമ്മുടെ മാധ്യമങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാത്ത, നമ്മുടെ ആളുകൾക്ക് പോലും അറിയില്ല. നമ്മളൊരു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അത്തരം കൂട്ടക്കൊലയൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതും CPMൻ്റെ ഭരണകാലത്താണ്. അതേ ഒരു നിലപാടാണ് ഇപ്പോൾ മമതയുടെ കാലത്ത് നടക്കുന്നത്. ഓരോ കിരാത വാഴ്ചയുടെ യുഗം അവസാനിക്കുകയാണെന്ന് തോന്നുന്നു. അതെ, കാരണം ഈ മറ്റേ സന്ദേശ് ഗാലിയൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ, നമ്മൾ നന്ദിഗ്രാം, സിംഗൂർ എന്ന് പറയുമ്പോൾ ഒരെണ്ണം ഇപ്പോൾ സന്ദേശ് ഗാലി ഇവർക്ക് കിട്ടിയല്ലോ, അടുത്തതാണ് RG കാർ. ഇതിലിപ്പോൾ BJP അവിടെ ഒരു സമരം നടത്തിയാൽ വിജയിക്കാനായിട്ട് BJP പ്രവർത്തകരൊന്നും വേണ്ട, ജനങ്ങൾ അതെ അത് വിജയിപ്പിച്ചോളുന്നുള്ള അവസ്ഥയാണ്. അങ്ങനെ വരുന്നു, അങ്ങനെ ഇപ്പോൾ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഏതായാലും രാഷ്ട്രപതിയുടെ ഈ പ്രസ്താവന അത്ര നിഷ്കളങ്കമോ അത്ര അവഗണിക്കാവുന്നതുമല്ല. രാഷ്ട്രപതി സാധാരണഗതിയിൽ ഇത്ര വിശദമായിട്ട് എഴുതി PTIക്ക് കൊടുത്തതാണ്, അല്ലാതെ വന്ന് ദൃശ്യമായിട്ട് പോവുകയല്ല. എഴുതി അങ്ങ് കൊടുക്കുക, നിങ്ങൾ ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് ചെയ്തിരിക്കുന്നത്. അതും BJPയുടെ ബന്ദ് ഇന്ന് നടക്കുന്ന അതേ ദിവസം തന്നെ രാഷ്ട്രപതിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നു. പക്ഷേ അവർ പൊതുവായ കാര്യങ്ങൾ അതിൽ പറയാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് ഏകപക്ഷീയമാണ്, അങ്ങനത്തെ രാഷ്ട്രീയമാണെന്ന് തോന്നണ്ട എന്നുള്ളത് കൊണ്ട് അവർ പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിർഭയ സംഭവം ഉണ്ടായ ശേഷം ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. പക്ഷേ RG കാർ സംഭവത്തോടുകൂടി സമൂഹത്തിൻ്റെ സംയുക്തമായ മറവി, കളക്റ്റീവ് അംനേഷ്യ, അതാണ് ഇപ്പോൾ ദൃശ്യമായത് എന്നവർ പറഞ്ഞിട്ടുണ്ട്. സാർ ഇപ്പോൾ നിർഭയയുടെ കാര്യം പറഞ്ഞില്ലേ, നിർഭയ സംഭവം ദില്ലിയിൽ നടക്കുമ്പോൾ
നമ്മുടെ കേരളം ഉൾപ്പെടെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വലിയ വാർത്തയും വലിയ ചർച്ചകളുമായിരുന്നു. അന്ത്യചർച്ചകൾ മുഴുവൻ നിർഭയ ഇൻസിഡൻറ്റിനെ കുറിച്ചായിരുന്നു. ഇപ്പോൾ വടക്കേ ഇന്ത്യൻ മാധ്യമങ്ങൾ ഈ RG-കാർ ആശുപത്രിയിലെ ഈ ഭീകരമായ ബലാത്സംഗ കൊലയെ അഭയ ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞ് കമ്പയിൻ ചെയ്യുന്നുണ്ട്. അവർക്ക് അഭയ എന്ന് പറയുന്നത്. നമ്മുടെ മാധ്യമങ്ങളിൽ ഈ അഭയ എന്നുള്ള വാക്ക് പോലും ഉപയോഗിക്കുന്നില്ല. ഈ ഇതിനെക്കുറിച്ച് ചർച്ചയില്ല. അവരെല്ലാം ഈ കുറേ ആളുകൾ അന്തരീക്ഷ മലിനീകരണം നടത്തുന്ന കുറേ ആളുകൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഹേമ കമ്മിറ്റിയെ കുറിച്ചും ഇല്ല. ഞാൻ അതിലേ പോയപ്പോൾ ഞാൻ അവിടെ നിന്നപ്പോൾ എന്നെ പിച്ചി മാന്തി തോണ്ടി എൻ്റെ വളയെ തൊട്ടു എൻ്റെ മുടി തൊട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അപഹാസ്യമായ ആരോപണ പ്രത്യാപനങ്ങളിലൂടെ രാജ്യത്തെ പൊതുവായ വലിയ സങ്കീർണമായ വിഷയങ്ങൾ മുക്കിക്കളയാണ്. ഞാൻ ദൃശ്യമാധ്യമങ്ങളിൽ കണ്ട കാര്യം എന്താ അറിയാമോ, ഒരാൾ ഒരു മാധ്യമത്തിൽ വെളിപ്പെടുത്തി കാണുമല്ലോ, ആ ജൂനിയർ ആർട്ടിസ്റ്റിനെ വീണ്ടും ഒരു ചാനൽ വിളിച്ചിട്ട് എന്താണ് അവിടെ നടന്നതെന്ന് വിശദീകരിക്കൂ എന്ന് പറഞ്ഞത്. ഈ വോയറിസം എന്ന് പറയില്ലേ ഇംഗ്ലീഷിൽ, ഈ അശ്ലീലം കേൾക്കാനുള്ള താല്പര്യം. അതെ, പൈങ്കിളി മസാല കഥകൾക്ക് പിന്നാലെ ഓടുകയാണ്. അത് ആണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ബംഗാളിൽ രാഷ്ട്രപതി ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയത് ബംഗാളിൽ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ബംഗാളിൻ്റെ അവസ്ഥ വരും ദിവസങ്ങളിൽ ഞെട്ടി നിരാശയിലാണെന്ന് പറയുന്നുണ്ട്. അവർ പറയുന്നൊരു കാര്യം, ഈ പലരും മനുഷ്യരിപ്പോൾ സ്ത്രീയെ ഒരു സാധനം ഒബ്ജക്റ്റ് ആയിട്ടാണ് കാണുന്നത്. ലെസർ ഹ്യൂമൻ ബീയിങ്, കുറഞ്ഞ ഒരു മനുഷ്യ ജന്തു ആയിട്ടാണ് സ്ത്രീയെ കാണുന്നത്. ഏതായാലും രാഷ്ട്രപതിയുടെ പ്രസ്താവന വന്നല്ലോ, അതിൻ്റെ ഒരു ദീർഘമായ പ്രസ്താവനയാണ്. പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകേണ്ട. ഇതുപോലത്തെ പരാമർശങ്ങളാണ് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളെ വേദനിക്കുന്ന ഒരു ഭരണത്തലവി എന്ന് പറയാതിരിക്കും അല്ലേ, തലൈവിയുടെ സ്റ്റേറ്റ്മെൻറ്റാണ്. അതൊരു മനുഷ്യൻ നടത്തുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്നതിലുപരി ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി, കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡാണ്. അതുമാത്രമല്ല സ്ത്രീയാണ്. അതിലേക്ക് ഒരു സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടാനുള്ള അധികാരം കൈയാളുന്ന ആളുടെ സ്റ്റേറ്റ്മെൻറ്റാണ് എന്നുള്ളത് ബംഗാളിൻ്റെയും മമതയുടെയും ഭാവിയിൽ വല്ലാത്ത ആശങ്ക ഉയർത്തുന്നുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഒരു കാര്യം കൂടി പറയാം. ഈ 1959 പിരിച്ചുവിടലിനൊക്കെ മുമ്പ് ഈ രാഷ്ട്രപതിമാർ ഇത്തരം നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഉണ്ടോ? അപ്പോൾ പണി വരുന്നുണ്ട് അവറാച്ച. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.